ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ഈസി ആൻഡ് സിമ്പിളായിട്ടുള്ളൊരു എഗ് റൈസാണ്. സോ അതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് 2 സവാള, 2 പച്ചമുളക്, ഒരു പീസ് തക്കാളി, അതേപോലെ തന്നെ 4 മുട്ട, ആവശ്യത്തിന് ചോറ്. സോ ഫസ്റ്റിൽ ഞാനൊരു പാൻ ചൂടായി വരുമ്പോഴത്തേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് അത് നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോഴത്തേന് നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന പച്ചമുളകും ഉള്ളിയും കൂടി ഇട്ട് കൊടുത്ത് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. അത് നന്നായിട്ട് ഒന്ന് വഴറ്റി വരുമ്പോഴത്തേന് നമ്മൾ തക്കാളിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. തക്കാളി നന്നായിട്ട് മിക്സ് ചെയ്ത് അതും ഇങ്ങോട്ട് നന്നായിട്ട് വഴണ്ടി വരുമ്പോഴത്തേന് പൊടികൾ ഓരോന്നായിട്ട് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പൊടിച്ച് വെച്ചേക്കുന്ന മസാലക്കൂട്ടുണ്ടല്ലോ, അതിന് പകരം വേണമെങ്കിൽ ചിക്കൻ മസാല വേണമെങ്കിൽ ആഡ് ചെയ്യാം. പിന്നെ ലാസ്റ്റ് കുറച്ച് കുരുമുളക് പൊടിയാണ് ആഡ് ചെയ്യുന്നത്. സോ പൊടികളൊക്കെ ആഡ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ വാരി അങ്ങോട്ട് ഇടരുത്, കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കുക. ഞാൻ എടുത്തേക്കുന്ന ഇത്രയും സാധനങ്ങൾക്ക് വേണ്ടി ആഡ് ചെയ്തേക്കുന്നത് വലിയ ടീസ്പൂണിന് ഒരു 1/4 ടീസ്പൂണോളം മുളക് പൊടി, അതേപോലെ തന്നെ ചെറിയ സ്പൂണിന് 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മസാലപ്പൊടി, അതേപോലെ തന്നെ ലാസ്റ്റ് കുറച്ച് പെപ്പർ പൗഡർ കുറച്ചൊന്ന് തൂക്കി കൊടുക്കുക മാത്രമാണ് ചെയ്യുന്നത്. ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു പച്ചമണം മാറുമ്പോഴത്തേന് നമ്മളൊന്ന് ടേസ്റ്റ് ചെയ്ത് കൊടുക്കുക. പിന്നെ വേണമെങ്കിൽ ആവശ്യത്തിന് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. പൊടി മൊത്തത്തിൽ അങ്ങോട്ട് വാരിയിടരുത്. ഇതിൻ്റെ ഒരു പച്ചമണം മാറുമ്പോഴത്തേന് നമ്മൾ മുട്ടയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ചിക്കുക. അപ്പം നമ്മൾ ഇങ്ങനെ ചിക്കിക്കൊണ്ടേ ഇരിക്കണം, ഇങ്ങനെ അടിയിൽ പിടിക്കാതെ നന്നായിട്ട് ഈ മുട്ട ചിക്കി തോർത്ത്. അപ്പം ആ കൂട്ടത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യം കുഴമ്പ് പരുവമല്ല, അതേപോലെ തന്നെ ഒരുപാട് ഡ്രൈ അല്ലാത്ത അവസ്ഥയാകുമ്പോഴത്തേന് അതിനകത്തോട്ട് ചോറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. ചോറ് ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്യും. മുട്ടയും മസാലയൊക്കെ മൊത്തത്തിൽ ഈ റൈസിൽ പിടിച്ച് വരുന്നവരെ നമ്മളിങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുക. സോ ഇത് ഭയങ്കര ഈസി ആയിട്ട് സിമ്പിളായിട്ട് നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന ഒരു എഗ് റൈസാണ്. ഞാൻ എൻ്റെ ഹോസ്റ്റലിൽ താമസിക്കുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് വീട്ടിലെ ഫുഡ് മിസ് ചെയ്യുന്ന സമയത്ത് ഇതുണ്ടാക്കി കഴിക്കുമായിരുന്നു. ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള ഈസി ആയിട്ടുള്ള ഒരു സിമ്പിൾ എഗ് റൈസാണ്. സോ നിങ്ങളും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ കമൻറ്റ്സ് വഴി അറിയിക്കുക. സോ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.